ഫ്ലാഷ് ബാക്ക്. ഇന്ന് കുറച്ച് ആവേശം കൂടുതലുണ്ടാവും. കാരണം ഇന്നലെ സ്റ്റാർ സിംഗറിന്റെ എപ്പിസോഡ് വന്നിട്ടുണ്ട്. അഴിഞ്ഞാട്ടായിരുന്നു. ശരിക്കും അഴിഞ്ഞാടിയത് നമ്മുടെ നെവിനും അനുമോളുമാണ്. ചിലരുടെ ആവശ്യമാണല്ലോ എന്ത് ഇത് പി ആർ ആണ് എന്നൊക്കെ. കഴുത്തി ബെൽറ്റ് ഇട്ട പട്ടിയാണോ? അല്ല, അരയിൽ നല്ല വീതിയുള്ള ബെൽറ്റ് ഇട്ട പട്ടി. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അതൊന്നല്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പി ആർ ഇല്ലാത്ത ആൾക്കാരല്ല പിടിച്ചത്. പി ആർ ഉള്ള ആൾക്കാർ തന്നെ വേണം കണ്ടന്റ് വരണമെങ്കിൽ. ബാക്കി പറ. നമ്മുടെ ചിത്ര ചേച്ചിയുടെ ഒരു ഇഷ്ട വിഭവമാണ് ഈ ക്രീം ബണ്ണ്. അത് കൊണ്ടുവന്നിട്ട് അത് വെച്ചിട്ടൊരു തീറ്റ മത്സരം ഉണ്ടായിരുന്നു. അതൊരു 1.5 ഐറ്റം ആയിരുന്നു കേട്ടോ. അവിടെയാണ് എനിക്ക് തോന്നി അവിടെ നെവിൻ അങ്ങോട്ട് തൂക്കി. എനിക്ക് ഏറ്റവും അറിവുള്ളതും ഇഷ്ടപ്പെട്ടതുമായ വിഷയം 1 മുതൽ 7 സീസണില് ഫുഡ് കഴിക്കുന്നതുമായി ബന്ധപ്പെടുത്തി ഏറ്റവും വലിയ തീറ്റ അത് നെവിനായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോവോ? ആ സ്ഥലത്തേക്ക്, ആ നരകത്തിലേക്ക് ആർക്കെങ്കിലും പോകാനൊക്കെ. അപ്പൊ ആ ആളോടാണ് അനുമോള് ഫുഡ് കഴിച്ച് മുട്ടുന്നത്. മനസ്സിലായില്ലേ? അതും നിക്കണ്ട സാറേ, നമുക്ക് പോവാം. അങ്ങനെ അങ്ങ് പോകാൻ പറ്റില്ല കുമാര. പോയാ ഈ വക വെടിക്കെട്ടുമായിട്ട് അയാൾ പുറകെ വരും. എല്ലാവരും ഓരോരുടെ നിങ്ങൾ ജയിച്ചു കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ഞാൻ അത് കുടുങ്ങോട്ടോ. ദേവൻ നിസ്സാരക്കാരനല്ല. ഒടുക്കം താൻ തലച്ചോറെന്നും പറഞ്ഞു കൊണ്ട് നടക്കുന്ന ഈ ചകിരിച്ചോറ് കൊലച്ചോറാകും പറഞ്ഞേക്കാം. എന്റെ ക്രീമുള്ള ഭഗവതികളെ കാത്തുള്ളണേ. എന്തരായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണുള്ളൂ. ഒരുങ്ങിക്കോ, മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ. വരുവോ? പാവം, ബോള് ബാസ്കറ്റ് ചെയ്യുമ്പോലെ എളുപ്പാന്ന് വിചാരിച്ചു കാണും. ബിഗ് ബോസിന്റെ വിന്നറായ അനുമോൾക്ക് തോൽവി എന്ന് പറയുന്ന വാക്കറിയില്ല. അത് വേലായതായിട്ട് സൂചിച്ചടാ. അനുമോളിന്റെ ഫാൻസ് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഈ ഒരു തോൽവി ഒരിക്കലും പറ്റില്ല കേട്ടോ. ഇവിടെ ആരും അവനെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. അവന്റെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അണ്ടെങ്ങാണ്ടോ ചക്ക വീണപ്പോ ഒരു